മൈ ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഫ്രീ റിവിഷൻ ക്ലാസ്സിൽ മൂന്നാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഓൾറെഡി 85 ദിവസം റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഒന്നാമത്തെ ക്ലാസ്സും രണ്ടാമത്തെ ക്ലാസ്സും ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അതിന് മൂന്നാമത്തെ ക്ലാസ് ആണ്. നമുക്ക് 5 ക്ലാസ്സോട് കൂടിയാണ് ആർട്ട് ആൻഡ് കൾച്ചർ കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾ ആദ്യത്തായിട്ടാണ് ആർട്ട് ആൻഡ് കൾച്ചർ ഫസ്റ്റ് എന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വീഡിയോസിൽ കാണാൻ പറ്റും. ആർട്ട് ആൻഡ് കൾച്ചർ 1-2 ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് കാണണം. അതുപോലെ തന്നെ പൊളിറ്റി കറന്റ് അഫയേഴ്സിന്റെ ക്ലാസ് ഇതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. കറന്റ് അഫയേഴ്സിന്റെ ക്ലാസ്സും പൊളിറ്റി വിഷൻ IASന്റെ PT 365 അതായത് ഇയർലി കറന്റ് അഫയേഴ്സ് ബേസ് ചെയ്തുള്ള ക്ലാസ്സാണ് നമ്മൾ പോകുന്നത്. അത് പൊളിറ്റിയുടെ ഒന്നാമത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസം ഗ്യാപ്പിൽ കറന്റ് അഫയേഴ്സ് ഇടാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നാളെ നിങ്ങൾക്ക് അതിന്റെ രണ്ടാമത്തെ വീഡിയോസും കിട്ടും. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യുക, ആ പൊളിറ്റിയുടെ വീഡിയോസും കാണുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഇതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അയക്കുന്നത് ടെലിഗ്രാം ചാനലിലൂടെയാണ്. ആ ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ടോപ്പിക്കൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കൽ എന്ന് പറയുന്നത് ഹാരപ്പ എന്നുള്ള ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹാരപ്പൻ സിവിലൈസേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മൗര്യൻ പീരീഡ് ഡിസ്കസ് ചെയ്തു, പോസ്റ്റ് മൗര്യൻ പീരീഡ് ഡിസ്കസ് ചെയ്തു. ടെമ്പിൾ ആർക്കിടെക്ചർ ആണ് തുടങ്ങിയത്. അപ്പൊ ടെമ്പിൾ തുടങ്ങി ടെമ്പിളിന്റെ കുറച്ച് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. അതിന്റെ ബാക്കി പല്ലവ മുതലാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവിടെയാണ് നിർത്തിയത്. അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പല്ലവ ആർക്കിടെക്ചറും ചോള ആർക്കിടെക്ചറും ഒക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളത്. അപ്പൊ മുമ്പത്തെ ക്ലാസ്സിൽ കാണാത്തവരൊക്കെ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. കാണുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ടോ ലൈക്ക് ആയിട്ടോ ഒക്കെ ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക, കമന്റ് ആയിട്ടും ഉള്ള നമ്പറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും അറിയിക്കാം. നിർദ്ദേശങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതൊരു വീണ്ടും ക്ലാസ്സുകളൊക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. കഴിയുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്യുക. സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ പറ്റുന്ന ആളുകളൊക്കെ സ്റ്റാറ്റസ് വെച്ച് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ള ടെമ്പിൾ ആർക്കിടെക്ചറിന്റെ ഇപ്പൊ നമ്മൾ നഗര സ്റ്റൈലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നഗര സ്റ്റൈലുള്ള പല ഡിവിഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ടെമ്പിൾ ആർക്കിടെക്ചർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 3 ആക്കി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ. നഗര, ദ്രാവിഡ, വേഴ്സാര, അതിലാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ നഗര എന്ന് പറയുന്നത് പൊതുവെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ടൈപ്പിനെ നമ്മൾ പൊതുവെ നഗര ആർക്കിടെക്ചർ എന്ന് പറയാം. നോർത്ത് ഇന്ത്യയിലാണ് അത് കൂടുതലായിട്ട് ഉള്ളത്. ഓക്കെ, അതേ സമയത്ത് ദ്രാവിഡ എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യയിലാണ്. പിന്നെ അതുപോലെ തന്നെ വേഴ്സാര എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും കൂടി മിക്സ് ആയിട്ട് വരുന്ന സെൻട്രൽ ഇന്ത്യയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇതിൽ നഗര ആർക്കിടെക്ചറിൽ നമ്മൾ ഓൾറെഡി അതിന് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് ഡിവിഷൻ ആക്കാം. അത് കലിംഗ സ്കൂൾ ഉണ്ട്, ഖജുരാഹോ സ്കൂൾ ഉണ്ട്, സോളങ്കി. ഇത് മൂന്നും നമ്മൾ നോക്കി. കലിംഗ റീജിയൻ ഒഡീഷയിലുള്ളതാണെങ്കിൽ ഖജുരാഹോ സ്കൂൾ എന്ന് പറയുന്നത് കുറച്ച് നോർത്തിലൊക്കെ വരുന്ന ടൈപ്പ് സ്കൂളാണ്. പിന്നെ അതുപോലെ തന്നെ സോളങ്കി ഗുജറാത്ത്, രാജസ്ഥാനൊക്കെ റീജിയനിൽ വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അതേ സമയത്ത് ദ്രാവിഡ സ്റ്റൈൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് പല്ലവ പറയുന്നതും നമ്മൾ പല്ലവന്റെതൊക്കെ ദ്രാവിഡന്റെതാണ്. പല്ലവ, ചോള, ഇതാണ് രണ്ട് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. പിന്നെ വേഴ്സാരയിലേക്ക് വരികയാണെങ്കിൽ മിക്സ് ആയിട്ട് വരുന്നതാണ്. അതിൽ വരുന്നതാണ് ഹൊയ്സാല, വിജയനഗര സ്റ്റൈൽ. ഓക്കെ, വിജയനഗര ഹംപി വിജയനഗര റൂളേഴ്സ് ഉണ്ടാക്കിയാണ്. ഹൊയ്സാലേശ്വരം സ്ഥലത്തൊക്കെ ഉള്ളതാണ് ഹൊയ്സാല റൂളേഴ്സ് ഉണ്ടാക്കി. നമുക്ക് ഇന്ന് ദ്രാവിഡന്റെ ബാക്കിയാണ് നമുക്ക് നോക്കാനുള്ളത്. ദ്രാവിഡയിൽ വരുന്നതാണ് ഏത്, നമ്മുടെ പല്ലവ ആർക്കിടെക്ചർ. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. പിന്നെ അതിന്റെ ദ്രാവിഡ, നഗര, വേഴ്സാര അതിന്റെ ക്ലാസ് ഡിവിഷനും നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിച്ചു. അതൊക്കെ നോക്കണേ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് ഓൾറെഡി റിവിഷൻ ആണ്. അത് വീണ്ടും ഞാൻ ഇന്നലെ പറഞ്ഞ വീണ്ടും പറയാൻ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്നുള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഫുള്ള് പറയാത്തത്. ഓക്കെ, ശ്രദ്ധിക്കാം. അപ്പൊ പല്ലവ ആർക്കിടെക്ചർ നമുക്കറിയാം, അത് പോകുന്ന പ്രധാനമായിട്ടും 4 സ്റ്റേജസ് ആയിട്ടാണ് പല്ലവ ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് ഈ സ്റ്റേജ് പേര് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ആ പല്ലവ റൂളേഴ്സ്, ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഭരിച്ച റൂളേഴ്സ് ആണല്ലോ പല്ലവ. തമിഴ്നാട്ടിലും ഒക്കെ ആന്ധ്രയിലൊക്കെ ആയിട്ട് കുറച്ചുണ്ടായിരുന്നതാണ്. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെ പേരിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഓരോ സ്റ്റൈൽ അറിയപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റൈലാണ് മഹേന്ദ്രവർമ്മൻ സ്റ്റൈൽ. ഇത് ഈ ഒരു സ്റ്റൈലൊക്കെ ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഫസ്റ്റ് സ്റ്റേജിൽ പൊതുവെ എപ്പോഴും അതിന്റെ ഏറ്റവും അടിസ്ഥാന സ്റ്റാർട്ടിങ് ആയിരിക്കും ഉണ്ടാവുക. പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, റോക്കറ്റ് ടെമ്പിൾ ഒക്കെ ആയിട്ടാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. നമുക്ക് വലിയൊരു ആർഭാടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ടെമ്പിൾസ് നോൺ ഫോർ മണ്ഡപാസ് ഒക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായി, ഒന്നാമത്തെ സ്റ്റേജ്.
രണ്ടാമത്തെ സ്റ്റൈലിലേക്ക് എത്തുമ്പോൾ നരസിംഹന്റെ രാവിന്റെ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നരസിംഹ സ്റ്റൈൽ എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മാമല്ല സ്റ്റൈൽ എന്ന് അറിയപ്പെടും. അതുപോലെ തന്നെ സ്കൾപ്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ഇൻട്രിക്കേറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. കണ്ടോ, ഭയങ്കര സ്കൾപ്ചേഴ്സ് ഒക്കെ അല്ലേ, എലിഫന്റ് ആയാലും ഓരോരോ സ്കൾപ്ചേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണ്ഡപാസ് എന്ത് ചെയ്യുന്നുണ്ട്, പല രഥാസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പഞ്ചരഥ നമ്മളൊക്കെ പറയുന്ന പോലെ മഹാബലിപുരം രഥാസ് നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പഞ്ചപാണ്ഡവ രഥാസ് ഒക്കെ ഉള്ളത് ഇവിടെയാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ സ്റ്റൈലിലോട്ട് വരുമ്പോൾ രാജസിംഹ സ്റ്റൈൽ, രാജസിംഹന്റെ കാലഘട്ടത്തിലാണ്. ആ സമയത്താണ് നമ്മൾ ഇന്ന് കാണുന്നതിന്റെ തുടക്കം, സ്ട്രക്ചറൽ ടെമ്പിൾസ് വരുന്നത്. ഈ രൂപത്തിലുള്ള സ്ട്രക്ചറൽ ടെമ്പിൾസ് വരുന്ന ഇവിടെയാണ്. എക്സാമ്പിൾ ആണ് ഷോർ ടെമ്പിൾ, മഹാബലിപുരത്തുള്ള ഷോർ ടെമ്പിൾ. മഹാബലിപുരം ടെമ്പിൾ തന്നെ യുനെസ്കോന്റെ സൈറ്റിൽ വരുന്നതാണ് ആ ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ ഒക്കെ. നാലാമത്തെ സ്റ്റേജ് ആണ് നന്ദിവർമ്മ സ്റ്റൈലാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സൈസ് ഒന്നും കൂടി കുറയുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഡിക്ലൈനിങ് ഫേസ് ആണ്. പല്ലവയിലെ ഡിക്ലൈനിങ് ഫേസ് ആണ് നമുക്ക് അവസാനത്തെ ഫേസ് പറയാൻ പറ്റുക. ഇങ്ങനെ 4 ഫേസിലൂടെയാണ് ഓക്കെ ഏത് ചെയ്യുന്നത്, രാജസിംഹ, പിന്നെ ഫസ്റ്റ് മഹേന്ദ്രവർമ്മ, അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഇത് നമ്മുടെ നരസിംഹ, രാജസിംഹ, നന്ദിവർമ്മൻ സ്റ്റൈൽ. അതൊക്കെ മെയിൻസ് അങ്ങ് ചോദിച്ചാൽ അറിയുന്നു. ഓക്കെ ആണോ? ശരി. അടുത്ത് നമ്മൾ പറയുന്നതാണ് മഹാബലിപുരം ആർക്കിടെക്ചർ. നമ്മൾ മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതിൽ മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ചറിൽ വരുന്നതാണ്. ഇപ്പൊ ഒരുപാട് നേരത്തെ കാണിച്ചുന്ന ടെമ്പിൾ ഒക്കെ പാടെ കൂടിയതിനാണ് മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. പഞ്ചരഥാസും ഒക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ നോക്കാം. പിന്നെ മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നുണ്ട്, മഹാബലിപുരം മാമല്ലപുരം എന്നൊക്കെ പറയുന്ന സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് പല്ലവ ഡൈനാസ്റ്റിന്റെ കാലഘട്ടത്തിലാണ്. യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് 84 കേട്ടോ. ഗ്രൂപ്പ് ഓഫ് മോണിമെന്റ്സ് അറ്റ് മഹാബലിപുരം എന്നാണ്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് മോണിമെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, 4-5 സ്ഥലത്ത് കൂടിയതാണ്. 4 സ്ഥലത്ത് കൂടിയതിന് നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് മോണിമെന്റ്സ് അറ്റ് മഹാബലിപുരം എന്ന് പറയപ്പെടുന്നത്. ഒന്ന് അല്ലെങ്കിൽ പഞ്ചരഥ ടെമ്പിൾ. ഓക്കെ, പഞ്ചപാണ്ഡവ രഥാസ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, ഭീമരഥ, അർജുനരഥ, നകുലരഥ, സഹദേവരഥ, ദ്രൗപദി രഥ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള രഥ ടെമ്പിൾ അല്ലെങ്കിൽ പഞ്ചരഥാസ്. രണ്ടാമത്തെ റോക്കഡ് കേവ്സ്, ഇവിടെ ബർഹാ കേവ് ടെമ്പിൾ, കൃഷ്ണ കേവ് ടെമ്പിൾ ഒക്കെ അടങ്ങുന്ന റോക്കഡ് കേവ്സ്. പിന്നെ ഓപ്പൺ എയർ റോക്ക് റിലീഫ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതിൽ ഡിസെന്റ് ഓഫ് ഗാഞ്ചസ് ഒക്കെ വരുന്നത് അതിലാണ്. ഓക്കെ, അത് ഇതിൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ ഷോർ ടെമ്പിൾ കോംപ്ലക്സ്, നമ്മൾ നേരത്തെ കാണിച്ച പിക്ചർ ഉണ്ടല്ലോ, ഷോർ ടെമ്പിൾ. ഈ 4 കൂടി കൂടിയതിന് നമ്മൾ പറയുന്ന പേരാണ് മഹാബലിപുരം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾ എന്ന്. അതിന് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട്, അറിഞ്ഞിരിക്കാം. അതാണ് അതിൽ അറിയേണ്ടത്. ഓക്കെ ആണോ? ശരി. അടുത്താണ് ദ്രാവിഡൻ സ്റ്റൈലിൽ വരുന്നതാണ് ചോള ആർക്കിടെക്ചർ. അടുത്തൊരു ഇപ്പൊ നമ്മൾ ദ്രാവിഡൻ സ്റ്റൈൽ അതിന്റെ ഏറ്റവും പീക്കിൽ എത്തുന്നത് ചോള ആർക്കിടെക്ചറിലാണ് കേട്ടോ. അപ്പൊ ദ്രാവിഡ സ്റ്റൈൽ നമ്മൾ ചോള സ്റ്റൈൽ നിന്നും അങ്ങോട്ട് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാറുണ്ട് കേട്ടോ. ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഹൺഡ്രഡ്സ് ഓഫ് ടെമ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോളാസ് ഉണ്ടാക്കുന്നുണ്ട്. ചോളാസ് ഒരുപാട് കാലം ഭരിക്കുന്നുണ്ട്. അപ്പൊ അവരുണ്ടാക്കിയ ടെമ്പിൾ ആണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ ആ പല്ലവന്റെ ആർക്കിടെക്ചറിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ അതിലുണ്ട് കേട്ടോ. ദ്രാവിഡൻ സ്റ്റൈലിൽ ഏറ്റവും ബെസ്റ്റ് രൂപം എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ഈ ഒരു പല്ലവ ചോള സ്റ്റൈലാണ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദ്രാവിഡൻ സ്റ്റൈൽ എന്ന് പറയുന്ന ഹൈ ബൗണ്ടറി വാൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ നഗരയിൽ ഇല്ലാത്തതാണ്, അതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ടെമ്പിളിലോട്ട് ഒരു ഗേറ്റ് വേ ഉണ്ടാവും, അതിനെ പറയുന്ന പേരാണ് ഗോപുരം, ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഏത് സ്റ്റൈലിലാ, പഞ്ചായത്തൻ സ്റ്റൈൽ. പഞ്ചായത്തൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സെൻട്രലിൽ ഒരു ഷ്രൈൻ ഉണ്ടാവും, അതിന്റെ 4 മൂലയിലും ഉണ്ടാവുന്ന രീതിയിൽ പഞ്ചായത്തൻ സ്റ്റൈലിലാണ് ഉള്ളത്. സ്റ്റെല്ലൈറ്റ് പ്ലാനുകൾ മുമ്പ് വേറെ പറഞ്ഞിരുന്നു. ഓക്കെ, വൈശാലേശ്വര ടെമ്പിൾ ഒക്കെ പറഞ്ഞ സമയത്ത്. അതുപോലെ തന്നെ വിമാന എന്നുള്ള പേരിലാണ് ഈ സ്റ്റെപ്ഡ് പിരമിഡ് സ്ലൈസ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിന്റെ വിമാന എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഭയങ്കര ഹൈറ്റിലൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ക്രൗണിങ് എലമെന്റ് ഒരു ഒക്ടഗൺ ഷേപ്പിലൊക്കെ ഉണ്ട്, അതിന് നമ്മൾ ഷിക്കാര എന്ന് പറയും. ഷിക്കാരാസുദിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 1 വിമാനേ ഉണ്ടാവാറുള്ളൂ. ഏതില്, ദ്രാവിഡ ആർക്കിടെക്ചറിൽ ഒറ്റ വിമാനേ ഉണ്ടാവാറുള്ളൂ. അതുപോലെ തന്നെ അസംബ്ലി ഹാൾ ഉണ്ട്. അസംബ്ലി ഹാൾ എന്തായിട്ടാണ്, ഗർഭഗൃഹമായിട്ട് കണക്ട് ചെയ്താണ്. അന്തരാള അണ്ടർവേലോട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗർഭഗൃഹമായിട്ട് കണക്ഷൻ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. എൻട്രൻസിൽ ഉണ്ടാവുന്ന ആരെ ഗാർഡ് ചെയ്യുന്നത്, ദ്വരപാലാണ്. മിഥുനും യക്ഷയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എൻട്രൻസിൽ ഗാർഡ് ചെയ്യാനുള്ളത്. വാട്ടർ ടാങ്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് ബൃഹദേശ്വര ടെമ്പിൾ, തഞ്ചാവൂര്. ബൃഹദേശ്വര ടെമ്പിൾ ഉണ്ടാക്കിയ രാജരാജ ഫസ്റ്റ് ആണ്, അറിഞ്ഞിരിക്കണേ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ടെമ്പിളാണ് ഗംഗൈകൊണ്ടൈ ചോളപുരം ടെമ്പിൾ. അത് രാജേന്ദ്ര ഫസ്റ്റ് ആണല്ലോ ഗംഗൈകൊണ്ടം ചോളപുരം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം
നോർത്ത് ഇന്ത്യയിലേക്ക് പോയിട്ട് ആ ഗാൻജറ്റിക് വാലി വരെ പോയി ആക്രമിച്ച് കീഴടക്കുന്നുണ്ട്. അതിന്റെ ഓർമ്മക്ക് അദ്ദേഹം ഉണ്ടാക്കിയ സിറ്റിയും ടെമ്പിളൊക്കെയാണ് ഗംഗൈ കൊണ്ട ചോളപുരം. അതറിഞ്ഞിരിക്കാം. ഓക്കെ, ഈ ചോള ആർക്കിടെക്ചർ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ദ്രാവിഡ ആർക്കിടെക്ചർ എന്നും പറയാറുണ്ട് കേട്ടോ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു പറയാറുണ്ട്. ഇതാണ് ബൃഹദേശ്വര ടെമ്പിൾ. രാജരാജ ഫസ്റ്റ് ഉണ്ടാക്കിയതാണ് ബൃഹദേശ്വര ടെമ്പിൾ. ഇതൊക്കെ ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെ അത് കൂടാതെ ഇവിടെ അതൊക്കെയാണ് നമ്മുടെ ചോള ആർക്കിടെക്ചറിൽ അറിയേണ്ടത്. അത് കൂടാതെ സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ചോള വന്ന് പോയതിനു ശേഷം പല പല ഡൈനാസ്റ്റീസും വരുന്നുണ്ട്. ആ ഡൈനാസ്റ്റീസിന്റെ സമയത്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ദ്രാവിഡ സ്റ്റൈൽ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അതിന്റെ ചില സ്റ്റൈലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതിൽ വരുന്ന ഒരു സ്കൂളാണ് നായക സ്കൂൾ. നായക സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയും. അതൊരു 16-18 സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഉണ്ടാവുന്നത്. അതിന് തന്നെ മധുരൈ സ്കൂൾ എന്ന് പറയാറുണ്ട്. ഈ റീജിയനിലാണ്. പിന്നെ അത് ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹ്യൂജ് കോറിഡോർ ഉണ്ട്. ഗോപുരം എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും പീക്കിൽ എത്തുന്നൊക്കെ ഈ സമയത്താണ്. അതിൽ എക്സാമ്പിൾ മധുരൈ മീനാക്ഷി ടെമ്പിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത്രയും വലിയ ഉയരത്തിലാണ് അതിന്റെ ഗോപുരം കിടക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗോപുരം അതിന്റെ ക്ലൈമാക്സിൽ എത്തുന്ന ഇവിടുന്നാണ്. ഒരുപാട് ഇന്റർഗ്രേറ്റ് കാർവിങ്സും ഡെക്കറേഷൻസും ഒക്കെ നന്നായിട്ട് ഇതിൽ കാണാൻ പറ്റും. അതവിടെ. അതുപോലെ തന്നെ ഈ ഒരു ഈസ്റ്റേൺ റീജിയനിൽ ഇപ്പൊ വെസ്റ്റ് ബംഗാൾ റീജിയനിലോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് പാലാ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ. കോട്ടയം പാലല്ല കേട്ടോ. ബംഗാൾ റീജിയനിൽ കാണപ്പെടുന്നത് ഏതൊരു കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുന്നത്? തുടക്കത്തിൽ ബുദ്ധിസ്റ്റ് റൂളേഴ്സ് ആണ് ഉണ്ടായിരുന്നത് പാലാസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മഹായാന ട്രഡീഷൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ പാലാ കിങ്സിന്റെ ഒരുപാട് വിഹാരാസും ചൈത്യാസും സ്തൂപാസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ടെമ്പിൾസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് നളന്ദ, അതൊക്കെ വിക്രംശില യൂണിവേഴ്സിറ്റി, ഇതൊക്കെ പാലാ സ്കൂൾ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ മറ്റൊരു സ്കൂളാണ് സേന സ്കൂൾ ആർക്കിടെക്ചർ. ബംഗാൾ റീജിയനിലാണ്. 8-12 സെഞ്ചുറി സമയത്താണ് ടെമ്പിൾസ് ഓഫ് ഹിന്ദു ഗോഡസ് ഒക്കെയാണ് ഇവർ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ബംഗാൾ റീജിയന്റെ ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 1-2 ഫീച്ചേഴ്സ് അതിന് യുണീക്ക് ആയിട്ടുണ്ട്. അതാണ് കേർവ്ഡ് സ്ലോപ്പിംഗ് റൂഫ്, ബംഗ്ലാ റൂഫ് എന്ന് പറയും. കണ്ടോ, അങ്ങനെ ചെരിഞ്ഞെടുക്കുന്ന റൂഫാണ് കേട്ടോ. ഈ ഇത്തരത്തിലുള്ള റൂഫാണ് അതിന്റെ ഒരു മെയിൻ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ബേൺഡ് ബ്രിക്കും ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. അതിനാണ് ടെറാക്കോട്ട ബ്രിക്സ് അവർ ഉപയോഗിക്കുന്നത്. പ്രിൻസിപ്പൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ടെറാക്കോട്ട ബ്രിക്സ് ആണ്. ചോളൻ കേർവിംഗ് ഷിക്കാരാസ് എന്ത് ചെയ്യുന്നുണ്ട്? ലാർജ് അമാലഗാസ് കാണാൻ പറ്റും. അമാലഗാസ്. ഓക്കെ, അതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. ബംഗാൾ സ്കൂളിന്റെ ആർക്കിടെക്ചറിന്റെ ഫീച്ചേഴ്സ്. അതാണ് നമുക്ക് ടെമ്പിൾ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഒരു സ്കൂൾ പറയുന്ന കാശ്മീർ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ പറയാറുണ്ട്. അത് കാശ്മീർ അവിടുത്തെ ജോഗ്രഫിക്കലി അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോൺ കാർവിങ്സ് ഒക്കെ അതിൽ കാണാൻ പറ്റും. പിന്നെ പോലെ തന്നെ കരാക്കോട്ട ഡൈനാസ്റ്റീസും അവരൊക്കെയാണ് എന്ത് ചെയ്ത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗാന്ധാര ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. അതിന്റെ ഭാഗമാണ് ടർഫോയിൽ ആർച്ചസ് ഒക്കെ ഉണ്ടാക്കുന്നത്. എൻക്ലോസ്ഡ് കോർട്ട്യാർഡ് ഉണ്ടാകാറുണ്ട്. പിരമിഡിക്കൽ റൂഫ് ഉണ്ട്. പിന്നെ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉള്ള കോളം വാൾസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ട്രയാങ്കുലർ പെഡിമെന്റ്സ് കാണാൻ പറ്റും. അതൊക്കെ മറ്റുള്ള പല ഇൻഫ്ലുവൻസിനും അതിന്റെ അതൊക്കെയാണ് അതിൽ അറിയേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇസ്ലാമിക്ക് പോകുന്നതിന് മുന്നായിട്ട് ഇസ്ലാമിക് സ്കൂളിലേക്കാണ് പോകുന്നത്. നമ്മുടെ UPSC ഇപ്പൊ നമുക്ക് ഫ്രീ ക്ലാസ് ആണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ടൈം എടുത്തുകൊണ്ട് കാര്യങ്ങൾ വളരെ ഇതായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ PCM ബാച്ച് ഉണ്ട്. അതിൽ തന്നെ ഫൗണ്ടേഷൻ പ്ലസ് PCM ആണ്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ NCERT, SCERT മറ്റുള്ള ബേസിക്സ് ലെവൽ മുതൽ തുടങ്ങിയിട്ട് PCM എന്ന് പറയുമ്പോൾ പ്രിലിംസ് മെയിൻസ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന പ്രോഗ്രാം ആണ്. അത് തന്നെ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഡിഗ്രിയുടെ കൂടെ പഠിക്കാനുള്ളതുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് സീരിയസ് ആയിട്ട് 1 ഇയർ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ കുറഞ്ഞ ഫീസിലാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. 8590840250 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു മെൻഡർ സഹായത്തോടു കൂടി സെൽഫായിട്ട് പഠിച്ചാൽ മതി. പക്ഷെ ഒരു മെൻഡർ സഹായം നിങ്ങളെ പഠനത്തിന് വേണം നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അത് പ്രിലിംസിലോട്ട് വേണ്ടിയാവും, 1 വർഷത്തേക്കുള്ളതുണ്ട്. അത്തരത്തിൽ മെൻഡർ സഹായത്തോടു കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. IMP എന്ന് പറയും. IMP പ്രോഗ്രാം ഉണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്പറുമായിട്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഇപ്പൊ ഒരു 10 കുട്ടികൾക്ക് മെയിൻ ഗ്രൂപ്പിലൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഓൾറെഡി ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഓഫർ എന്ന് പറയുന്നത് 7000 ആണ് 1 വർഷത്തേക്ക് വരുന്ന പ്രോഗ്രാം. അതൊരു സ്പെഷ്യൽ ഓഫറിൽ ഇപ്പൊ താല്പര്യമുള്ള കുട്ടികൾക്ക്, ഒരു 10 കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. 4999 രൂപക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ
ഇന്ന് തന്നെ ബന്ധപ്പെടുക. ഇവിടെയുള്ള നമ്പറുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ മെന്റർഷിപ്പ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ആണ്. 1-to-1 മെന്ററിങ് നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ പഠനം 100% പഠനം നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അതാണ് അതിൽ അറിയേണ്ടത്. ഇപ്പൊ ഇതൊക്കെയാണ് ടെമ്പിൾ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ടെമ്പിൾ ആർക്കിടെക്ചറിൽ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ. ഇതൊരു മിനിറ്റ് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് നോക്കിയാന്ന് കമന്റ് ഇട്ട് ബാക്കി നോക്കാം. ഓക്കെ, അത് നമുക്ക് അടുത്ത ബാക്കി ടോപ്പിക്കിലേക്ക് പോകാം. അടുത്താണ് ഇൻഡോ ഇസ്ലാമിക്. ഇൻഡോ ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഇപ്പം ഡൽഹി സുൽത്താനേറ്റ് ആയാലും അതുപോലെ തന്നെ മുഗൾ ഭരണകാലഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇസ്ലാം റൂളേഴ്സ് ഇവിടെ ഭരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്ന ആർക്കിടെക്ചറിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അവര് ഒരുപാട് ഇന്ത്യയിലോട്ട് മുമ്പ് മുതലേ ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ കൂടിയും അവരുടെ കടന്നു വരും. ഇപ്പൊ അത്തരത്തിലുള്ള ഇസ്ലാമിക് റൂളേഴ്സിന്റെ വരവ് ഇതിന് കൂടുതൽ കാരണമാവുന്നുണ്ട്. അപ്പൊ കംപ്ലീറ്റ് അവര് മുമ്പ് ഉണ്ടായിരുന്ന അവര് പേർഷ്യയിലും ഒക്കെയാണല്ലോ കൂടുതലുള്ളത്. ആ സ്റ്റൈല് മാത്രമല്ല, ആ സ്റ്റൈലും ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാവുന്ന ലോക്കൽ സ്റ്റൈൽ ഒരുപാട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അതും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ലോക്കൽ കൾച്ചറും കാര്യം ട്രഡീഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്റ്റൈലിലോട്ട് അവർ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അപ്പൊ ലോക്കൽ ആയിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്ത ഇന്ത്യന്റെ ഓരോ റീജിയണൽ സ്റ്റൈലുകൾ ഉണ്ടല്ലോ, അതും അതിലേക്ക് അവർ എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാട്ടെ, മെയിൻസിനൊക്കെ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ ഈ അതുകൊണ്ട് നമ്മൾ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ എന്ന് അറിയപ്പെടുന്ന വെച്ചാൽ ഇന്ത്യന്റെയും പുറത്ത് പേർഷ്യയിലൊക്കെ ഉള്ള അവരുടെ രണ്ടും കൂടി സ്റ്റൈൽ മിക്സ് ആയിട്ട് വരുന്ന സ്റ്റൈലാണ് ഇൻഡോ ഇസ്ലാമിക് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡോ ഇസ്ലാമിക്കിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒരു 2 ആർക്ക് സ്റ്റൈൽ നമുക്ക് കാണാൻ പറ്റും. മിനാരറ്റ്സ്, ഇപ്പൊ നമുക്ക് പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ഉയർന്നു നിൽക്കുന്ന മിനാർ എന്തുണ്ടല്ലോ, അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു ഇതാണ്. അതൊക്കെ പൊതുവെ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പിൾസിലൊക്കെ കാണാൻ പറ്റും. പിന്നെ മോർച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമണോ അനിമൽ ഫിഗർ ഒന്നുമില്ല. അപ്പൊ ടെമ്പിളിലൊക്കെ ഉണ്ടാവുന്ന അനിമൽ ഫിഗറും കാര്യങ്ങളും ഒന്നും ഇല്ല ഈ ഇസ്ലാമിക് ബിൽഡിങ്ങിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ മാസീവ്നെസ് അതിന്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ കാലിഗ്രഫി അല്ലെ, പലപ്പോഴും അറബി ലെറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ അറബെസ്ക്യൂ എന്ന് പറഞ്ഞതാണ്, പല ഈ പാറ്റേൺസ് പോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോർ ഷോർട്ടനിങ് ടെക്നിക്സ് ഒക്കെ പെയിന്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ദൂരത്തുള്ളത് പോലെ തോന്നുന്ന പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ, ജോളി വർക്കുകൾ അല്ലെ, പലതരത്തിലുള്ള ജാളി വർക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അവിടെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസും കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ വാട്ടറിന്റെ ഉപയോഗം, ചാർബാഗ് എന്നൊക്കെ പറയും. ഇപ്പൊ നമുക്കൊരു പള്ളിയിലൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ മസ്ജിദിലായാലും മറ്റുള്ള അങ്ങനത്തെ ഇതിലൊക്കെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതൊക്കെ അതിന്റെ എന്താ ഇൻഡോ ഇസ്ലാമിക്കിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ജുമാ മസ്ജിദ് ഉണ്ടാക്കുന്ന ടോംബ്, ദർഗ, മിനാസ്, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പോലെ തന്നെ ഗാർഡൻസ്, മദ്രസ, സറായിസ്, കാരവൻ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മിനാർസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, കുത്തു മിനാർ പോലത്തെ മിനാർസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരുപാട് അവരുടെ ഇൻഫ്ലുവൻസ്, ഇപ്പൊ സരാസനിക്കും പേർഷ്യനും ടർക്കിഷ് ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്.
അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ആർക്കിടെക്ചർ ഇവിടെ ഉണ്ടായിരുന്ന ടെമ്പിളിന്റെ ആർക്കിടെക്ചർ ഫോംസിന് ഇൻഫ്ലുവൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരുപാട് ഡെക്കറേഷൻസ് കാണാൻ പറ്റും. ലോട്ടസ് അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് പല ഡെക്കറേഷൻസ് കാണാൻ പറ്റും. വാൾസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ മോട്ടിഫൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ഓരോ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കാണാൻ പറ്റും. പ്രധാനമായിട്ട് കളേഴ്സ് ബ്ലൂ, ഗ്രീൻ, യെല്ലോ കളേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മൊസൈക്ക് ഡിസൈൻ, പീട്രാഡൂറ ഡിസൈൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇതാണ് പീട്രാഡൂറ. ഇതൊക്കെ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഡിസൈൻ അല്ലത്, ആ രൂപത്തിലുള്ള ഡിസൈൻസ് കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ മറ്റേതിലൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. അവിടെ നിങ്ങൾ നോക്കാം പിക്ചറൊക്കെ ബുക്കിൽ, മെയിൻ ബുക്കിൽ. പിന്നെ അതുപോലെ തന്നെ അറബിസ്ക്യും കാലിഗ്രഫിയും അറബിക് ലെറ്റേഴ്സിന്റെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ സെൻട്രൽ ഡോം, പിന്നെ ഒരുപാട് ഡോംസ് ചെറിയ ചെറിയ കണ്ടില്ലേ, ഇങ്ങനെ പള്ളിയിലേക്ക് പോയി കണ്ടില്ലേ വലിയൊരു ഡോം ഉണ്ടാവും അല്ലെ, ഇങ്ങനെ അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്, സെൻട്രൽ ഡോംസ് ഒരു ഇൻവേർട്ടഡ് ലോട്ടസ് ഫ്ലവർ പോലെയൊക്കെ ഫ്ലവർ മോട്ടീഫ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ അതിന് മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്, വോൾ ബിൽഡിംഗ് ഒക്കെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചുനാം അല്ലെങ്കിൽ ലൈം സ്റ്റോൺ പ്ലാസ്റ്റർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ട്, സാൻഡ് സ്റ്റോണും ബഫും മാർബിളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല ടൈൽസും പോളിക്രോം ടൈൽസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ബ്രിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിൽ വേറൊരു ഇതാണ് സരായിസ്. ഒരുപാട് സരായിസ് ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. സരായി എന്ന് പറയുമ്പോൾ റെസ്റ്റിംഗ് മെഡിവൽ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ആണ്. അതെന്ന് പറയുന്നത് വെച്ചാൽ സിറ്റിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം. ഇപ്പൊ ട്രാവലേഴ്സിനും അവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം പോലത്തെ ഒരു സാധനം ഉണ്ടാക്കി വെക്കും. അതാണ്. അപ്പൊ അതെന്ന് പറയുന്ന ഒരു കൾച്ചറൽ ഇന്ററാക്ഷൻസ് ഒക്കെ നടക്കും. ഇപ്പൊ ട്രേഡേഴ്സ് ഒക്കെ പല നാടുകളിലെ ട്രേഡേഴ്സ് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവര് തമ്മിൽ കൾച്ചറൽ ഇന്ററാക്ഷൻസും ഇൻഫ്ലുവൻസും പരസ്പരം ഉണ്ടാവാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാരണമായിട്ടുണ്ട്. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ടത്. അതിന്റെ ഓവറോൾ കുറച്ച് ഫീച്ചർ അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിന്റെ. അപ്പൊ നമുക്ക് ഈ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാം, പലതാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ഓക്കെ. അപ്പൊ ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിനെ പ്രധാനമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഒന്ന് ഇമ്പീരിയൽ സ്റ്റൈല്. ഇമ്പീരിയൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ സമയത്തുണ്ടായിരുന്ന സ്റ്റൈലിനെ പറയുന്ന പേരാണ്. മറ്റൊന്ന് പ്രൊവിൻഷ്യൽ സ്റ്റൈൽ. ഈ സമയത്ത് തന്നെ ചില റീജിയണൽ ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലുള്ള വ്യത്യാസമുണ്ട്, അതാണ് പ്രൊവിൻഷ്യൽ. ഇപ്പൊ ഓരോ ബംഗാളിലും ജൗൺപൂരിലൊക്കെ ഉള്ള. പിന്നെ മറ്റൊരു സ്റ്റൈലാണ് മുഗൾ സ്റ്റൈൽ. മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്റ്റൈലിൽ ഉണ്ടാക്കിയ ബിൽഡിംഗ് കാര്യങ്ങളും. പിന്നെ ഡെക്കാനി സ്റ്റൈൽ, ഡെക്കാൻ റൂളേഴ്സ് ഉണ്ടാക്കിയ ഗോൽക്കണ്ട ബിജാപൂർ റൂളേഴ്സ് ഒക്കെ ഉണ്ടാക്കിയ. ഇങ്ങനെ 4 സ്റ്റൈലാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പൊതുവെ ഡിവൈഡ് ചെയ്യാം. അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഇമ്പീരിയൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഡൽഹി സുൽത്താനേറ്റ്. ഇപ്പൊ ഡൽഹി സുൽത്താനേറ്റ് റൂളേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്, ഏതൊക്കെ ഡൈനാസ്റ്റിയാ? സ്ലേവ് ഡൈനാസ്റ്റി, കിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. ഇങ്ങനെ ഈ ഓരോ ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഇമ്പീരിയൽ സ്റ്റൈൽ എന്ന് പറയും. അതിൽ ഒന്നാമത്താണ് സ്ലേവ് ഡൈനാസ്റ്റി. ഡൽഹി സുൽത്താനത്തിൽ ഫസ്റ്റ് സ്ലേവ്സ് ആണല്ലോ വരുന്നത്. ഓക്കെ, പിന്നെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മുസ്ലിം ഹിന്ദു ഇവിടെ ഉണ്ടായിരുന്നതിന്റെയും മുസ്ലിം വേൾഡ് രണ്ടിന്റെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് അവർ കാണാൻ പറ്റുക. അതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കുത്തുബ് മിനാർ. സ്ലേവ് ഡൈനാസ്റ്റി ഉണ്ടാക്കിയതാണ് ഖാജ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കിക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, ആ സെയിന്റിനും വേണ്ടിയാണ്. ഒരു 4 പ്രൊജക്ടിങ് ബാൽക്കണീസും 5 സ്റ്റോറീസ് ബിൽഡിംഗും ആണ്. ഇൽത്തുമിഷ് ആണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത് കേട്ടോ. ഇൽത്തുമിഷ് ആണ് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിറോസ് ഷാ തുഗ്ലക്ക് ഇത് കുറച്ച് റേറ്റർ അഡീഷൻസും കാര്യങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് 2 സ്റ്റോറീസ് ഒക്കെ. റിച്ച് ഓർണമെന്റേഷൻ ഒക്കെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. നല്ല രീതിയിൽ ഓർണമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില റെയിലിങ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ബ്രിട്ടീഷുകാർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് കുത്തുബ് മിനാർ. കണ്ടിട്ടുണ്ടാവും, കാണാത്തവരെ കാണേണ്ട ഒരു ഇതാണ്. പിന്നെ അതിനുള്ളിൽ തന്നെ കുത്തുബ് മിനാർ കോംപ്ലക്സ് തന്നെ ഒരുപാടുണ്ട് കേട്ടോ. കുബത്തുൽ ഇസ്ലാം മോസ്കോ അതിനുള്ളിലുള്ളതാണ്. അതിനുശേഷം വന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക, പക്ഷെ അതിനുള്ളിലുള്ളത് തന്നെയാണ്. പിന്നെ സോറി, അത് അവിടെ തന്നെയാണ് അവരുണ്ടാക്കി തന്നെയാണ്. കുബത്തുൽ ഇസ്ലാം മോസ്ക് കുത്തുബ് മിനാറിൽ തന്നെ ഉള്ളത്. പിന്നെ അദായി ദീൻ കാ ജോപ്ര, അതും നമ്മളുടെ ഈ സ്ലേവ് ഡൈനാസ്റ്റിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. അടുത്ത ഡൈനാസ്റ്റിയാണ് കിൽജി ഡൈനാസ്റ്റി. കിൽജികളുടെ കാലത്ത് ഉണ്ടാക്കുന്ന പറയുന്നത് സെൽജൂക്ക് സ്റ്റൈലിലാണ് അവർ ഉണ്ടാക്കുന്നത്. റെഡ് സാൻഡ്സ്റ്റോൺ ആണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ആർക്യൂഡ് സ്റ്റൈലൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ആർക്യൂഡ് സ്റ്റൈല് മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്.
പിന്നെ അതിൽ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അലൈ ദർവാസ, ഒന്ന് കുത്തുമിനാറിന്റെ അടുത്തുള്ള തന്നെയാണ് അലൈ ദർവാസ. കൂവത്തുൽ ഇസ്ലാം മോസ്ക് അവരെന്നെ ഉണ്ടാക്കിയതാണ്. ഏത്? ഖിൽജി ഫസ്റ്റ് സ്ലേവ് ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതാണ്. ഓക്കെ, മംലൂക്ക് ഡൈനാസ്റ്റി ഒക്കെ പറയുന്നത്. പിന്നെ ഇത് അതിനുള്ളിൽ തന്നെ ഉള്ളതാണ് അലൈ ദർവാസ, കുത്തുമിനാറിന്റെ അടുത്തുള്ളത്. കാലിഗ്രഫിക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ സിരി ഫോർട്ട്, ഇതാണ് സിരി ഫോർട്ട്. സിരി ഫോർട്ടും ഇവരുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഇങ്ങനെ രണ്ടെണ്ണമാണ് ഖിൽജി ഡൈനാസ്റ്റി ഉള്ളത്. പിന്നെ അടുത്തതിൽ വരുന്ന തുഗ്ലക്ക്. തുഗ്ലക്കിന്റെ പരിഷ്കാരങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. അതൊക്കെ നമ്മൾ ആൻഷ്യന്റ് മെഡീവൽ ഇന്ത്യയിൽ പഠിക്കും കേട്ടോ. ഇവിടെ ഇത് ആർട്ട് ആൻഡ് കൾച്ചർ മാത്രമാണെന്ന് മാത്രം, ആർക്കിടെക്ചർ ആണ് ഇപ്പൊ നോക്കുന്നത്. സാൻഡ്സ്റ്റോൺ ആണ് ഉപയോഗിക്കുന്നത്, പ്ലാസ്റ്ററും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്, മിനിമം ഡെക്കറേഷൻ ഉണ്ടായിരുന്നത്, അത്ര വലിയ ഡെക്കറേഷൻ കൊടുക്കുന്നില്ല. സ്ലോപ്പിംഗ് വാൾ, ഇതാണ് ബാറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഈ വോൾ ഇങ്ങനെ നേരെ നിൽക്കുന്ന വരെ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കും. അപ്പൊ നമ്മൾ കാല് ഇങ്ങനെ വെക്കുന്നതിനേക്കാൾ നമുക്കൊരു ചെറിയ ഉറപ്പുണ്ട്, ചെറിയൊരു പിടുത്തത്തിൽ ചെരിച്ചു വെച്ചാൽ കണ്ടിട്ട് ചെയ്യും, ഒന്നുകൂടെ ഒരു ഉറപ്പ് കിട്ടും അല്ലെ? ആ രൂപത്തില് ചെറിയൊരു ചെരിവുണ്ടാവും. സ്ലോപ്പിംഗ് വാൾസ് ആണ്. ടോൾ ഗേറ്റ് വേസും ടവേഴ്സ് ഒക്കെ, ഗേറ്റ് ഒക്കെ ഭയങ്കര ഇതാണ്ടാവാം ഇതിലേക്കുള്ള എൻട്രൻസ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ആർക്ക് കാണാൻ പറ്റും, ലിൻഡല്, ബീം ഒക്കെ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടാണ്. എക്സാമ്പിൾസ് തുഗ്ലക്കാബാദ്, ജാൻപന, ഹൗസ് ഗാസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റൈലില് തുഗ്ലക് സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ ആയിട്ട് പറയാം. മറ്റൊരു സ്റ്റൈലാണ് ലോധി. ലോധി എന്ന് പറയുന്ന ഡബിൾ ഡോം ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും. തിക്ക് വാൾസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനാമൽ ടൈൽസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഒക്ടഗണൽ ഷേപ്പ് ടോം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ കാലഘട്ടത്തിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ എക്സാമ്പിൾ ആണ് ലോധി ഗാർഡൻ. ഇതാണ് ലോധി ഗാർഡൻ. അപ്പൊ അത് ലോധി സ്റ്റൈല്. ലോധി പിന്നെ കുറച്ചു കാലേ ഭരിക്കുന്നുള്ളൂ. ഇബ്രാഹിം ലോധിനെ തോൽപ്പിച്ച് പിന്നെ എന്ത് ചെയ്യാണ് അവിടെ ആര് വരാണ്, മുഗൾ ഭരണത്തിൽ വയ്ക്കണം. പിന്നെ മുഗളിന്റെ സ്റ്റൈലാണ് പിന്നെ വരുന്നത്. മുഗളിന്റെ സ്റ്റൈലിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ ഈ സമയത്ത് ചില റീജിയണൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള മറ്റു ചില സ്റ്റൈലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് നടന്നു പോകുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അതിനോട് പറഞ്ഞ പേരാണ് പ്രൊവിൻഷ്യൽ സ്റ്റൈൽ. ഓരോരോ പ്രൊവിൻസിൽ ലോക്കൽ ട്രഡീഷന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന സ്റ്റൈലാണ്. അതിൽ ബംഗാളിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രിക്കും ബ്ലാക്ക് മാർബിളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബംഗ്ലാ റൂഫാണ് അതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഗുജറാത്തിലുള്ള സ്റ്റൈൽ ഉണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ലൈം സ്റ്റോൺ കാർവിങ്സ് ആണ് കൂടുതൽ വരുന്നത്. ഭയങ്കര ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെമ്പിൾ ട്രഡീഷണൽ ഇൻഫ്ലുവൻസ് കാണാൻ പറ്റും. അതിൽ വരുന്ന ടോരണാസ്, ലിൻഡല്, മിഹ്റാബ്, കാർവിങ്സ് ഓഫ് ബെല്ല്, ഇതൊക്കെ എന്താണ് അതിന്റെ ഒരു ഇൻഫ്ലുവൻസിൽ വരുന്നതാണ്. ടെമ്പിളിന്റെ ആർക്കിടെക്ചർ, റീജിയണൽ ടെമ്പിൾ ട്രഡീഷണൽ ഇൻഫ്ലുവൻസ് വരുന്നതാണ്. പിന്നെ അടുത്തൊരു സ്റ്റൈലാണ് മൽവ. മൽവ റൂളേഴ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന യൂറോപ്യൻ ഇൻഫ്ലുവൻസ് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഡിഫറെന്റ് കളർ സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്, മിനാസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ റിസർവേഴ്സ് കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് ബൗളീസ് എന്ന് പറയും. അതിൽ എക്സാമ്പിൾസ് അതാണ് രൂപമതി പവലിയന്, ജഹാസ് മഹല്, ഹിന്ദോള മഹല്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മൽവ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ മറ്റൊരു സ്റ്റൈലാണ് ജൗൺപൂർ. അതിനെ തന്നെ നമ്മൾ ഷർക്കി സ്റ്റൈൽ എന്ന് പറയാറുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. പിന്നെ മിനാസിന്റെ യൂസ് ഒഴിവാക്കിയിട്ടുള്ള ഇതിലാണ്. അതിൽ എക്സാമ്പിൾ അറ്റാല മോസ്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഈ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ പിക്ചർ ഒക്കെ എടുത്ത് നോക്ക്, നല്ലതായിരിക്കും കേട്ടോ. അതാണ് പ്രൊവിൻഷ്യൽ സ്റ്റൈൽ. ഓരോരോ റീജിയണൽ ആയിട്ടുള്ള ചില ഡിഫറൻസിൽ ഉണ്ടാക്കിയ സ്റ്റൈലാണ്. അടുത്തൊരു സ്റ്റൈലാണ് മുഗൾ സ്റ്റൈൽ. മുഗൾ കാലഘട്ടത്തിന്റെ ഇൻഫ്ലുവൻസിൽ വരുന്നതാണ്. മുഗൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ബിൽഡിംഗ് സ്റ്റൈലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് ഏറ്റവും ഫ്ലറിഷ് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സിമെട്രി അവരുടെ പ്രത്യേകതയാണ്. റെഡ് സാൻഡ് സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്. ജോമെട്രിക്കൽ ഓർണമെന്റേഷൻ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡോംസ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ബൾബോസ് ഡോംസ് എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബേക്ക്ഡ് ബ്രിക്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രോഡ് ഗേറ്റ് വേസ് ആണ് ഉപയോഗിക്കുന്നത്. ഗാർഡൻസ് ഉണ്ട്, അതിന് ചാർബാഗ സ്റ്റൈൽ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ പേർഷ്യൻ, ടർക്കിഷ്, ഹിന്ദു എല്ലാത്തിനും ഇൻഫ്ലുവൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ട്. പല ടൈപ്സ് ഓഫ് ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. മെജസ്റ്റിക് ഗേറ്റ്സ് ഒക്കെ എൻട്രൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഫോർട്ട് ഉണ്ടാക്കുന്നുണ്ട്, മ്യൂസിയംസ്, പാലസ്, മോസ്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, സെറായിസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന റെഡ് സാൻഡ് സ്റ്റോണും വൈറ്റ് മാർബിൾ ആണ്. വൈറ്റ് മാർബിൾ ഒക്കെ താജ്മഹലൊക്കെ അറിയാലോ. പിന്നെ അറബസ്ക്യൂ, ജോമെട്രിക് പാറ്റേൺ, അതൊക്കെ അതിൽ നമുക്ക് നന്നായിട്ട് പില്ലാറിലും വാളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഡിസൈൻസ് കാണുന്നുണ്ട്. മ്യൂസിയംസും മോസ്കും ഒക്കെ അവർ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആരൊക്കെയാണ്, അവരുണ്ടാക്കിയ സ്റ്റൈൽസിൽ ഉണ്ടാക്കിയ ബിൽഡിംഗ് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് റൂളറാണ് ബാബർ. റൂളേഴ്സിനെ കുറിച്ചുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൻഷ്യന്റ് മെഡീവൽ ഹിസ്റ്ററിയിൽ പഠിക്കും കേട്ടോ. ആർട്ട് ആൻഡ് കൾച്ചർ ഓറിയന്റഡ് ആയിട്ട് എടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുറഞ്ഞ കാലേ ബാബർ 4 കൊല്ലം ഉണ്ടാവുന്നുള്ളൂ, അതുകൊണ്ട് അധികമൊന്നും ഉണ്ടാവുന്നില്ല. എങ്കിലും ഉണ്ടാക്കുന്നത് കാബൂളി ബാഗ്, പാനിപ്പത്തിൽ ഒരു മോസ്ക് ഉണ്ടാക്കുന്നുണ്ട്. ജമാ മസ്ജിദ് അറ്റ് സംബൽ നിയർ ഡൽഹി, രാംബാഗ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്.
ഫസ്റ്റ് ഒരു ഗാർഡൻ ആണ് കേട്ടോ ചാർബാഗ സ്റ്റൈൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഹുമയൂണിന്റെ കാലഘട്ടത്തിൽ ഹുമയൂണും പേർഷ്യൻ സ്റ്റൈലെ ഡോമിനന്റ് ആയിട്ട് വരുന്നത്. ദീൻപന, ഹുമയൂൺ ടോംബ് ഒക്കെ. ഹുമയൂണിനും അങ്ങനെ സമയം കിട്ടുന്നില്ല, കുറച്ച് യുദ്ധമൊക്കെ ആയിട്ട് ഇവിടുന്ന് പോയി ഒരു 10 വർഷം ഇവിടെ ഇല്ല. പിന്നെ തിരിച്ചു വന്ന് ഷേർഷന്റെ അദ്ദേഹത്തെ തോൽപ്പിച്ച് വേറെ കുറച്ചു കാലം ഭരണം പിടിച്ചെടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഹുമയൂൺ ടോംബ് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് 1993 ആക്കിയതാണ്. ഇന്ത്യനും പേർഷ്യൻ സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാം മിക്സ് ഇവിടെ കാണാൻ പറ്റും. സാൻഡ് സ്റ്റോണും വൈറ്റ് മാർബിളും ഒക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. പിന്നെ അക്ബറിനാണ് നല്ല സമയം കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയാണ് ഒരുപാട് ഉണ്ടാക്കുന്നത്. റെഡ് സാൻഡ് സ്റ്റോൺ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഛത്രീസ് ഒക്കെ കാണാൻ പറ്റും. യൂസ് ഓഫ് ഛത്രീസ് അക്ബർ സ്റ്റൈലിൽ വരുന്നതാണ്. ആ ഒരു ഹിന്ദുയിസത്തിന് ഇൻഫ്ലുവൻസ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടുഡോർ ആർക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഒരുപാട് സെക്യുലർ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ് നമുക്ക് അറിയുന്നതാണ്. ഹുമയൂൺ ടോംബ് ഉണ്ടാക്കിയ അദ്ദേഹമാണ്. ആഗ്ര ഫോർട്ട്, ഫത്തേപൂർ സിക്രി അദ്ദേഹത്തിന്റെ ഒരു ക്യാപിറ്റൽ സിറ്റി ഒക്കെ ആയിരുന്നു. പഞ്ച്മഹൽ, ബൂലൻ ദർവാസ, ജോധ പാലസ്, ടോംസ് ഓഫ് സെയിന്റ് സാലിം ജിസ്തി അവിടെ പോയാൽ കണ്ടിട്ടുണ്ടാവും. ജമാ മസ്ജിദ്, ദിവാനി ആം, ദിവാനി കാസ്, അങ്ങനത്തെ ഗോവിന്ദ് ദേവ് ടെമ്പിള് വൃന്ദാവനില്, അങ്ങനത്തെ ഒരുപാട് എന്താണ് നിർമ്മിതികൾ നടത്തിയ ഒരാളാണ് അക്ബർ എന്ന് പറയുന്നത്. അടുത്ത ഒരാളാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പെയിന്റിങ്ങിനാണ് കേട്ടോ, ആർക്കിടെക്ചറാണോ. എങ്കിലും പെയിന്റിങ് ചില ആർക്കിടെക്ചർ ഉണ്ട്. അക്ബർ ടോംബ്, മോട്ടി മസ്ജിദ്, ഷാലിമാർ ബാഗ് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. പിന്നെ ഷാജഹാന്റെ സമയത്താണ് അതിന് ഏറ്റവും പീക്കിൽ എത്തുന്നത്. ബിൽഡിങ് പ്രിൻസ് ഓഫ് ബിൽഡേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹമാണ്. വൈറ്റ് മാർബിൾ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഷാജഹാനാബാദ് സിറ്റി. ഷാജഹാനാബാദ് സിറ്റി അറിയാലോ, നമ്മുടെ മെയിൻ ഇന്റർവ്യൂ അവിടെയാണ്. അദ്ദേഹം ഉണ്ടാക്കുന്ന ബിൽഡിംഗ് പ്രധാനപ്പെട്ടാണ് റെഡ് ഫോർട്ട്, താജ്മഹൽ, പീകോക്ക് ത്രോൺ ഒക്കെ ഷാജഹാന്റെ സമയത്താണ് ഉണ്ടാവുന്നത്. പിന്നെ ഔറംഗസീബ് വരുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, സിംപ്ലിസിറ്റി ആണ് അദ്ദേഹം ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല, കൂടുതൽ ആർക്കിടെക്ചർ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഒക്കെ 1-2 ഉണ്ടാക്കുന്നുള്ളൂ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മോസ്ക് ഉണ്ടാക്കും. ഇപ്പോൾ മോസ്ക്, റെഡ് ഫോർട്ട് ഡൽഹിയിൽ. പിന്നെ ബീബി മക്ബർ ഔറംഗാബാദ്, അതിന്റെ വൈഫിന്റെ ഒരു മക്ബറയും ഉണ്ടാക്കുന്നുണ്ട്, ദർഗ. ഇതൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് അക്ബറിന്റെ സമയത്തും ഷാജഹാന്റെ സമയത്തുമാണ് ബിൽഡിങ്ങിലേക്ക് കൂടുതൽ സംഭാവനകൾ വരുന്നത്. മറ്റുള്ളവരുണ്ട്, പക്ഷെ കുറവാണ്. ഇതൊക്കെയാണ് ഹുമയൂൺ ടോംബ്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്, അടിപൊളിയല്ലേ. ഫത്തേപൂർ സിക്രി അക്ബറിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. അവിടെയാണ് നമ്മുടെ ഷാലിം ജിസ്തിന് ഇതൊക്കെ ഉള്ളത്. മോട്ടി മസ്ജിദ്, റെഡ് ഫോർട്ട്, ചാലിം ജിസ്തി ഇതാട്ടത് മനസ്സിലല്ല. മോട്ടി മസ്ജിദ് അടിയത് ചാലിം ജിസ്തിന്റെ നമ്മൾ ഫത്തേപൂർ സിക്രി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. റെഡ് ഫോർട്ട് കണ്ടിട്ടുണ്ടാവും. റെഡ് ഫോർട്ട് അല്ല, ജമാ മസ്ജിദ്. റെഡ് ഫോർട്ട് ഇതാ. പിന്നെ അതുപോലെ തന്നെ മസ്ജിദ്, മോട്ടി മസ്ജിദ്, ബീബി ക അത് താജ്മഹൽ. അതിന്റെ ഒരു റെപ്ലിക്റ്റ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതാണത്. ഏത് ബീബി ക മക്ബറ. ഒരു മെലിഞ്ഞ താജ്മഹൽ പോലെ ഉണ്ട് അല്ലെ. താജ്മഹലിന്റെ ഒരു മെലിഞ്ഞ രൂപമായിട്ട് വേണമെങ്കിൽ പറയാം. അതാണ് അതിൽ അറിയേണ്ട കാര്യം. പിന്നെ ഒരു സ്റ്റൈലും കൂടി ഡെക്കാനി സ്റ്റൈൽ എന്ന് പറയും. റീജിയണൽ ആയിട്ടുള്ള ഡെക്കാൻ റൂളേഴ്സ് ലാർജ്ലി ഇഗ്നോർ ദ ലോക്കൽ ആർട്ട്. ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റൈൽ അവർ ഉണ്ടാക്കുകയാണ്. രണ്ട് മെയിൻ സോഴ്സ് എന്നാണ് നമുക്ക് അത് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്. ഡൽഹി സ്റ്റൈലിന് മുഹമ്മദ് തുഗ്ലക്ക് നോർത്തും സൗത്തിലോട്ട് വരുന്നുണ്ടല്ലോ, ആ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ പേർഷ്യൻ സ്റ്റൈൽ, പേർഷ്യൻസ് സൗത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻഫ്ലുവൻസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റൈലിൽ കാണാൻ പറ്റുക. അതിൽ എക്സാമ്പിൾസ് ആണ് ഗോൾ ഗുംബസ്, ബിജാപൂർ കർണാടകയിലുള്ളതാണ്. ഒരു സ്ക്വയർ ബിൽഡിംഗ് ആണ്, സർക്കുലർ ഡ്രം ഒക്കെ കാണാൻ പറ്റും, ഡോം ഉള്ളത്. ഡാർക്ക് ഗ്രേ ബസാൾട്ട് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റർ ഒക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വിസ്പറിംഗ് ഗാലറി ഒക്കെ ഉള്ളത് ഈ ഒരു ഗോൾ കുംബസിലാണ്, നോക്കി വെക്കാം. പിന്നെ അടുത്താണ് ചാർമിനാർ, ഹൈദരാബാദ് ചാർമിനാർ. ഫോർ ലോഫ്റ്റി മിനാർസ് ഉള്ളതാണ്. മുഹമ്മദ് കുലി കുത്തുബ് ഷാ ഉണ്ടാക്കുന്നത്, ഫ്ലാഗിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ. പിന്നെ ഏതാണ് ഹൈദരാബാദിലുള്ള കുത്തുബ് ഷാഹി ടോംബ്, ഹൈദരാബാദ് ഡെക്കാനി ആർക്കിടെക്ചറിന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡെക്കാനി കുത്തുബ് ഷാഹി സ്റ്റൈലിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ കുത്തുബ് ഷാഹി ടോംബ്. അപ്പൊ അതൊക്കെയാണ് ചില ഡെക്കാനി സ്റ്റൈലിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ ആണോ? പിന്നെ ഇവിടെ കൊളോണിയൽ കാലഘട്ടത്തിലും ചില ആർക്കിടെക്ചർ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് പല സ്റ്റൈൽസ് ഉണ്ട്. അതിലൊരു സ്റ്റൈലാണ് പോർച്ചുഗീസിന്റെ കാലഘട്ടത്തിലുള്ള സ്റ്റൈലാണ് ഐബീരിയൻ സ്റ്റൈൽ എന്ന് പറയും. പോർച്ചുഗീസിന്റെ ഇൻഫ്ലുവൻസിലാണ്. കോൺട്രാസ്റ്റ് കളേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കണേ. സെന്റ് കാത്തഡ്രൽ ഗോവ, പിന്നെ അതുപോലെ തന്നെ ബസിലിക്ക ഓഫ് ബോം, പിന്നെ അതുപോലെ തന്നെ ഡിയു ഫോർട്ട് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും, പോർച്ചുഗീസിന്റെ ഇൻഫ്ലുവൻസ്.
പിന്നെ ഫ്രഞ്ചിന് ഇൻഫ്ലുവൻസിൽ വരുമ്പോൾ അർബൺ പ്ലാനിങ്ങിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. കാർട്ടീഷ്യൻ ഗ്രിഡ് പ്ലാൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പോലെ തന്നെ പൊടിച്ചേരിയിലുള്ള ചർച്ച്, സാക്രഡ് ഹേർട്ട് ചർച്ച് ഓഫ് ദി ചന്ദനഗർ ഒക്കെ എന്ത് ചെയ്യാണ് ഈ ഫ്രഞ്ച് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത്. ബ്രിട്ടീഷിലോട്ട് വരുമ്പോൾ ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്, അതും ബ്രിട്ടീഷുകാരാണല്ലോ കൂടുതൽ സ്ഥലങ്ങൾ ഭരിക്കുന്നു, കൂടുതൽ കാലം ഭരിക്കുന്നു. അപ്പൊ അതിൽ പല സ്റ്റൈലിൽ അതിലൊരു സ്റ്റൈലാണ് ഇൻഡോ ഗോത്തിക് സ്റ്റൈൽ എന്ന് പറയും. ഇന്ത്യന് പേർഷ്യന് ഗോത്തിക്കിന് ഇൻഫ്ലുവൻസ് വരുന്നതാണ്. ലാർജ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്, പോയിന്റഡ് ആർക്കും അതുപോലെ തന്നെ ക്രൂസിഫൈഡ് ഗ്രൗണ്ട് പ്ലാൻ ഒക്കെയാണ്. ലാർജ് വിൻഡോസ്, സാൻഡ് സ്റ്റോൺ ഒക്കെ ഉപയോഗിക്കുന്നത് പറയാൻ പറ്റും. എക്സാമ്പിൾസ് ആണ് വിക്ടോറിയ മെമ്മോറിയൽ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ലക്ഷ്മി വില്ലാസ് പാലസ് ഒക്കെ എന്താണ് ഈ ഒരു ഇൻഡോ ഗോത്തിക് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. പിന്നെ മറ്റൊരു സ്റ്റൈലാണ് നിയോ റോമൻ. നിയോ റോമൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ഒരു കോൺഫ്ലുവൻസിൽ വരുന്ന സ്റ്റൈലാണ്. സിംപ്ലിസിറ്റി, മോഡേണിറ്റി നമുക്ക് കാണാൻ പറ്റും. സർക്കുലർ ബിൽഡിങ്ങിനാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്ടേൺഡ് ഡോംസ് ആയിട്ടൊക്കെ നിൽക്കുന്ന രീതിയിൽ പാർലമെന്റ്, രാഷ്ട്രപതി ഭവന്, സുപ്രീം കോർട്ടൊക്കെ എന്ത് ചെയ്യുക ആ ഒരു നിയോ റോമൻ സ്റ്റൈലിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അതാണ് അതിൽ അറിയേണ്ടത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് പാർലമെന്റ്, രാഷ്ട്രപതി ഭവനും സുപ്രീം കോർട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, പറയാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്ക്. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ ആർക്കിടെക്ചർ എന്നുള്ള ടോപ്പിക് അവിടെ അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു PCM ക്ലാസ്, പ്രിലിംസ് കം മെയിൻസ് വിത്ത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മെന്ററിങ് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അതുകൂടാതെ സിസാറ്റിന്റെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇപ്പൊ സിസാറ്റ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി സിസാറ്റിന്റെ മാത്രമായിട്ടുള്ള കോഴ്സ് നടക്കുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സ് ഉണ്ട്, ആൻസർ റൈറ്റിംഗ് ഉണ്ട്, പ്രിലിംസ് ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട്, ഓപ്ഷൻ സബ്ജക്ട് ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ചെറിയ ഫീസിലാണ്. താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ബ്രോൺസ് സ്കൾപ്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രോൺസിന്റെ സ്കൾപ്ചർ നമ്മൾ പണ്ട് കാലം മുതലേ ഉണ്ട്. ഇപ്പൊ ലോസ്റ്റ് വാസ് ടെക്നിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ ഓർമ്മ ഉണ്ടോ, ഹാരപ്പൻ സ്റ്റൈലിൽ തന്നെ ഉണ്ട് എന്നാണ്. അപ്പൊ അത് ഡാൻസിങ് പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത് ഇന്ത്യയിലേക്കും ഇന്ത്യ മൊത്തം അത് വരുന്നുണ്ട്. പിന്നെ പല കാലഘട്ടത്തിലും ഡെവലപ്പ് ആവുന്നുണ്ട്. സൗത്ത് ഇന്ത്യയിലൊക്കെ മെഡീവൽ നടരാജ സ്കൾപ്ചേഴ്സ് ഒക്കെ ഇപ്പോഴും ഒരുപാട് കാലം എന്താണ് ഉണ്ടാക്കിയ വായിച്ചാൽ മതി. നടരാജന്റെ ഒരു ബ്രോൺസ് ചോള പീരീഡ് ബ്രോൺസ് സ്കൾപ്ചർ ആണ്. അതാണ് ആർക്കിടെക്ചർ എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. ആ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്ക്, ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് പെയിന്റിംഗ് ആണ്. പെയിന്റിംഗ് ജസ്റ്റ് നമുക്ക് തുടങ്ങി വെക്കാം കേട്ടോ. പെയിന്റിങ് കംപ്ലീറ്റ് നമുക്ക് ആവില്ല, കുറച്ച് കൂടുതലുണ്ട്. അത് ബാക്കി ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും അതിന്റെ ബാക്കി നോക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെയിന്റിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെയിന്റിംഗ് വളരെ മുമ്പ് തന്നെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മുതലേ നമുക്ക് പെയിന്റിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പല ടൈപ്സ് പെയിന്റിംഗ്, ഫോക്ക് പെയിന്റിംഗ് ആയാലും മ്യൂറൽ പെയിന്റിംഗ് ആയാലും മുഗൾ പെയിന്റിംഗ് ആയാലും പിന്നെ അതുപോലെ തന്നെ മിനിയേച്ചർ പെയിന്റിംഗ് അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ടൈപ്സ് പെയിന്റിംഗ് ഒക്കെ, കമ്പനി പെയിന്റിംഗ്, റീജിയണൽ പെയിന്റിംഗ്, ഇതൊക്കെ പല ഡിഫറൻസിൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ലിംസ്, പ്രിൻസിപ്പിൾസ് ഓഫ് പെയിന്റിംഗ് നമ്മൾ പറയാറുണ്ട്. അത് കാമസൂത്രയിലാണ് പറയുന്നത്. ഒരു പെയിന്റിംഗിൽ ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ ലിംസ് ഓഫ് പെയിന്റിംഗ് എന്നുള്ള രൂപത്തിൽ പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞാൽ മതി. സാദൃശ്യം, അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് ഫോം, ഭാവ, അതുപോലെ തന്നെ ലാവണ്യ യോഗം എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ തന്നെ പ്രമാണം, അതുപോലെ തന്നെ വർണ്ണിക, അത് മിക്സിംഗ് ഓഫ് കളർ. ഇങ്ങനെ ഈ ഒരു 6 കാര്യത്തിന് ശതാംഗ അല്ലെങ്കിൽ ലിംസ് ഓഫ് പെയിന്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മൾ കാമസൂത്രയിൽ പറയുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞോളൂ. ഇതാണ് നമുക്ക് ഇനി ഇമ്പോർട്ടന്റ് ആവുന്നത്. ഇന്ത്യൻ പെയിന്റിംഗ് നമുക്ക് പ്രധാനമായിട്ടും 4 ആക്കി ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രീ ഹിസ്റ്റോറിക് പെയിന്റിംഗ്, ഹിസ്റ്ററി നമ്മൾ റിട്ടേൺ ആയിട്ട് അതുള്ളതിന് മുന്നുള്ള കാലഘട്ടത്തിലുള്ള പെയിന്റിംഗ്. പിന്നെ മ്യൂറൽ പെയിന്റിംഗ്, ചുമരിലൊക്കെ വലിയ ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ചെറിയ ബുക്കിലൊക്കെ വരയ്ക്കുന്ന പോലത്തെ മിനിയേച്ചർ പെയിന്റിംഗ്. പിന്നെ നാടോടി ചിത്രകല ഉണ്ട്, ഫോക്ക് പെയിന്റിംഗ്. അങ്ങനെ 4 ആക്കി ഡിവൈഡ് ചെയ്യാം. അല്ല നമുക്ക് പ്രീ ഹിസ്റ്റോറിക് പെയിന്റിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രീ ഹിസ്റ്റോറിക് പെയിന്റിംഗ് നമുക്ക് 3 ഫേസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് അപ്പർ പാലിയോലിത്തിക്, മിസോലിത്തിക്, ചാക്കോലിത്തിക്. ഇങ്ങനെ 3 കാലഘട്ടത്തിൽ. ഇപ്പൊ മുമ്പത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ കല്ലൊക്കെ ഉപയോഗിച്ച മനുഷ്യൻ ആയുധങ്ങളായിട്ട് കല്ലൊക്കെ ഉപയോഗിച്ച കാലഘട്ടം ഉണ്ടല്ലോ, അതാണ് ചാക്കോലിത്തിക് എന്ന് പറയുന്നത്. ലിത്തിക് എന്ന് പറയുന്നത്, പാലിയോലിത്തിക്. അത് ഇപ്പൊ വലിയ കല്ല് ഉപയോഗിച്ചു, അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചെറിയ കല്ല്, കുറച്ച് വലിപ്പം കുറഞ്ഞു, അടുത്ത കൂർത്ത കല്ല്, അങ്ങനെ ആ കാലഘട്ടത്തിന്റെ മാറ്റാണത്. അപ്പൊ അവിടെ പെയിന്റിംഗ് നമ്മൾ നോക്കുന്നു കേട്ടോ. അപ്പൊ അപ്പർ പാലിയോലിത്തിക് പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ
ലീനിയർ റെപ്രസെന്റേഷന്റെ പ്രത്യേകതയാണ്. ഗ്രീൻ ആൻഡ് ഡാർക്ക് കളേഴ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് ഇപ്പം നാച്ചുറലി കിട്ടുന്ന മരങ്ങളിൽ കിട്ടുന്ന അതൊക്കെ അങ്ങനത്തെ കളേഴ്സ് ഒക്കെയാണുള്ളത്, പ്രൈമറി കളേഴ്സ്. അതുപോലെ തന്നെ വാഷ് പെയിന്റ്സും കുറച്ച് കാണാൻ പറ്റും. ഗ്രീൻ കളർ എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസേഴ്സിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. റെഡ് കളർ ഹണ്ടേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഹ്യൂജ് അനിമൽ ഫിഗർ ആണ്. ഇപ്പൊ പണ്ടത്തെ ചെറിയ കുട്ടികൾ വരക്കുമ്പോൾ എങ്ങനെ ഉണ്ടാകാൻ വലിയ ഇത്ര വരക്കാം, ചെറിയ മൈന്യൂട്ട് നല്ല ക്ലിയർ ആയിട്ട് അവർക്ക് വരക്കാൻ പറ്റും, ഇല്ല. അതേപോലെ പെയിന്റിങ് തുടങ്ങി വരുന്ന കാലഘട്ടത്തിലാണ് വലിയ വലിയ ചിത്രങ്ങളാണ് വരക്കുക. അതന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജോമെട്രിക് പാറ്റേൺ ഒക്കെ ഉപയോഗിച്ച് ഇപ്പൊ ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ വരക്കുന്ന രൂപത്തിലൊക്കെ ആളുകളാന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ വരക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, ഈ കാലഘട്ടം കഴിയുന്തോറും വലിപ്പത്തിന്റെ ചിത്രങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരും, തീം കൂടി വരും. അതാണ് സംഭവിക്കുക കേട്ടോ. അപ്പൊ ഇതിന് പാലിയോലിത്തിക് പെയിന്റിംഗ് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ് ബിംബേദ്ക പെയിന്റിംഗ്. ബിംബേദ്ക ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തേക്കുക. ഒരു എക്സാമ്പിൾ മാത്രം നോട്ട് ചെയ്താൽ മതി പ്രധാനമായിട്ടും. പ്രീ ഹിസ്റ്റോറിക്കലി ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, പിക്ചേഴ്സ് ആണ്. പിന്നെ മിസോലിത്തിക് പെയിന്റിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പെയിന്റിംഗ് നമുക്ക് കാണാൻ പറ്റും ഈ കാലഘട്ടത്തിൽ. നമ്പർ ഓഫ് പെയിന്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തീം ഒരുപാട് കൂടി മൾട്ടിപ്ലൈ ചെയ്തു, പെയിന്റിങ്ങിന്റെ സൈസ് കുറയാൻ തുടങ്ങി, ഹണ്ടിങ് സീൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ജനങ്ങൾ അവരുടെ ജീവിത ചുറ്റുപാടുമായിട്ട് കാണുന്ന കാര്യങ്ങൾ വരയ്ക്കുന്നു, അത്രേ ഉള്ളൂ. സിമ്പിൾ ക്ലോത്തും ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഹണ്ടേഴ്സിനെ കാണിക്കുന്നത്. അനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നാച്ചുറലിസ്റ്റിക് ആയി. ഓക്കെ, മറ്റേ വെറും ജസ്റ്റ് ഒരു അനിമലെ വരയ്ക്കുന്നതിനേക്കാൾ ഒന്നുകൂടി അനിമലാ തോന്നുന്ന രൂപത്തിലേക്ക്. അതുപോലെ തന്നെ ഹ്യൂമൻസ് ഒരുപാട് സ്റ്റൈലിഷ് മാനറിൽ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. കമ്മ്യൂണിറ്റി ഡാൻസ് ഒക്കെ അതിൽ പെയിന്റിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ കമ്മ്യൂണിറ്റി ആയിട്ട് അവർ ജീവിക്കാൻ തുടങ്ങിയതിന്റെ ഒരു നമുക്ക് പെയിന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലഘട്ടത്തെ കുറിച്ച് ചരിത്രം പഠിക്കാൻ പറ്റും അന്ന്, കാരണം വേറെ എഴുതി വെച്ച ചരിത്രങ്ങളില്ലല്ലോ. ഒരു എക്സാമ്പിൾ ആണ് ലക്കൂദിയാർ പെയിന്റിംഗ്, ഉത്തരാഖണ്ഡിലാണുള്ളത്, നോട്ട് ചെയ്തേക്കണേ. ലക്കൂദിയാർ ഉത്തരാഖണ്ഡിലാണ്. മൺലാക്ക് കേവ് എന്നാണ് ലക്കൂദിയാർ എന്നതിന്റെ ഒരു മീനിങ് ഉദ്ദേശിക്കുന്നത്. 3 കാറ്റഗറീസ് ഓഫ് പെയിന്റിംഗ് കാണാൻ പറ്റും. മാന്, അനിമല്, ജോമെട്രിക് പാറ്റേൺ ഒക്കെ ഇവിടെ കാണാൻ പറ്റുക. സ്റ്റിക്ക് ലൈക്ക് ഫോംസിലൊക്കെയാണ് ഹ്യൂമൻസ് കൂടുതലായിട്ടും ഇതിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത ടൈപ്പ് വരുന്നതാണ് ചാക്കോലിത്തിക് പെയിന്റിംഗ് എന്ന് പറയും. അത് മൂന്നാമത്തെ ഇതിലാണ്. പിന്നെ അതുപോലെ തന്നെ എന്നിട്ട് ഒരു റിവ്യൂൽ അസോസിയേഷന്, കോൺടാക്ട്, മ്യൂച്വൽ എക്സ്ചേഞ്ച് ഒക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് കേട്ടോ. ഇവിടെ എക്സാമ്പിൾസ് നോക്കി വെക്കുക, മൽവ, ജോഗിമാറ, ഇതൊക്കെ ചാക്കോലിത്തിക് പെയിന്റിംഗ് എക്സാം ആണ്. അതാണ് ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ടത്. ഒന്നാമത്തത് ബിംബേദ്ക, രണ്ടാമത് ലക്കൂദിയാർ, മിസോലിത്തിക്കിന്, ചാക്കോലിത്തിക്കിന് മൽവ, ജോഗിമാർ. ബിംബേദ്ക ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള പെയിന്റിംഗ് ആണ്. വെറൈറ്റീസ് ഓഫ് കളേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, വൈറ്റും യെല്ലോയും ഓറഞ്ചും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, ഗ്രൈൻഡിങ് വേരിയസ് റോക്സും മിനറൽസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഗ്രൈൻഡിങ് ഉണ്ടാക്കിയത് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല കളേഴ്സും അതിൽ ഉപയോഗിക്കുന്നത്. ലൈം സ്റ്റോണിനൊക്കെയാണ് വൈറ്റ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഓരോരോ പല പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ പല കളേഴ്സും അവർ എന്തിട്ടുണ്ടാവുക, കണ്ടെത്തിയിട്ടുണ്ടാവുക. ഓക്കെ, അതാണ് പ്രീ ഹിസ്റ്റോറിക് പെയിന്റിംഗിൽ ഇറങ്ങിയത്. ഇപ്പൊ നമ്മൾ പെയിന്റിങ്ങിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തു. പ്രീ ഹിസ്റ്റോറിക് പെയിന്റിംഗ്, അടുത്താണ് മ്യൂറൽ പെയിന്റിംഗ്, പിന്നെ മിനിയേച്ചർ പെയിന്റിംഗ്, പിന്നെ ഫോക്ക് പെയിന്റിംഗ്. അതിൽ പ്രീ ഹിസ്റ്റോറിക് പെയിന്റിംഗ്, ഹിസ്റ്റോറി തുടങ്ങുന്നതിന് മുന്നുള്ള കാലഘട്ടം ഉണ്ടല്ലോ, എഴുതപ്പെട്ട ഹിസ്റ്ററി ഉള്ളതിന് അതിന് കാലഘട്ടത്തിൽ നമ്മൾ എന്ത് പറയാം, പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടം എന്ന് പറയാം. ആ കാലഘട്ടത്തിലെ പാലിയോലിത്തിക്, മിസോലിത്തിക്, നിയോലിത്തിക് അല്ലെങ്കിൽ ചാക്കോലിത്തിക് പീരീഡിലൊക്കെ ഉള്ള പെയിന്റിംഗ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അത് ആണ് അറിയേണ്ടത്. നമ്മളൊന്ന് ജസ്റ്റ് അത്രേ പറയുന്നുള്ളൂ. ആ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ പെയിന്റിങ്ങിന്റെ ബാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഏത് മ്യൂറൽ പെയിന്റിംഗ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നോക്കുക, നാളെ തന്നെ. അപ്പൊ അത് ക്ലാസ് വിടാതെ കാണുക. ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കണ്ടു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടെലിഗ്രാമിലൂടെയാണ് മെറ്റീരിയൽ ഉള്ളത്, അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിലൂടെ ആയിരിക്കും ടെസ്റ്റുകളും മോഡൽ ടെസ്റ്റുകളും കാര്യങ്ങളും ഞാൻ അതിലൂടെ തന്നെ അയക്കും. ആ ടെസ്റ്റുകളൊക്കെ കഴിയുന്ന എന്ത് ചെയ്യണം, ചെയ്ത് നോക്കുക. ഓക്കെ, എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, വിട്ടുപോകരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രോഗ്രാം, ഈ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലോട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട, തിരിച്ചു ചെയ്യേണ്ട ഒരു പേയ്മെന്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുക. നിങ്ങളിലൂടെ കുറച്ച് ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലും ടെലിഗ്രാം ചാനലും യൂട്യൂബ് ചാനലൊക്കെ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹിച്ച് എവിടുന്ന് ക്ലാസ് കിട്ടും, ക്ലാസ് ഒന്നും കിട്ടാത്ത ഫിനാൻഷ്യലൊക്കെ ബുദ്ധിമുട്ട് ആളുകളൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ഈ ക്ലാസ് അവരിലേക്ക് എത്തിക്കുക. അവരും എല്ലാവരും പഠിക്കട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും എത്തിക്കുമ്പോൾ അതിന്റെ ഒരു ഗുണം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പഠനത്തിലും ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും